പരമ്പര. ഇവിടെ ഒരു യജ്ഞത്തിൽ സഹയജ്ഞന്മാരായി ഒത്തുചേർന്നവരാണ് നമ്മളെല്ലാവരും. അതിൽ എന്താണ് ഈ ഭാഗവതം എന്നുള്ളതിനെ കുറിച്ച് വിശദമായി ഇവിടെ ഭാഗവതാചാര്യൻ പറയും. എന്നാലും ഇവിടെ ഒരു ഉപക്രമം എന്നോണം നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് ഇതാണ് വിഷയം എന്നുള്ളത് കൊണ്ട് ഇവിടുന്ന് തുടങ്ങുകയാണെന്നുള്ളത് കൊണ്ടും അതിനോട് അല്പം അകലെ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണാൻ ഒന്ന് ശ്രമിക്കാം എന്ന് മാത്രം. ഭാഗവതം എന്നാൽ എന്താണ്? ഭഗവാനെ ബോധിപ്പിക്കുന്നത് എന്നാണ്. അത് മാത്രമല്ല എന്നാണ് അതിന് നേരെ വരുന്ന അർത്ഥം. ആരാണ് ഭഗവാൻ? വിഷ്ണു സഹസ്രനാമത്തിന്റെ ഭാഷ്യത്തിൽ ഈ ഭഗവാൻ എന്നുള്ള ശബ്ദത്തെ നിർവചിച്ചിട്ടുണ്ട്. ഭഗം യസ്യ അസ്തി ഇതി ഭഗവാൻ. ഉൽപ്പത്തിം പ്രളയം ചൈവം ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി. ഉൽപ്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും ഭൂതങ്ങളുടെ ഗതിവിഗതികളെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഈ 6 എണ്ണം ആർക്കറിയുമോ അയാളാണ് ഭഗവാൻ. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഏത് കാലത്ത് മനുഷ്യൻ ആവിർഭവിച്ചുവോ അന്ന് മനുഷ്യന്റെ മുന്നിൽ ഈ ജിജ്ഞാസയുണ്ടായിരുന്നു. ഈ കാണപ്പെടുന്ന ജഗത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെയൊക്കെ ഉൽപ്പത്തി എവിടെ നിന്നാണ്? ഇതെവിടെ നിന്ന് ആവിർഭവിച്ചു? ഇതെവിടെയാണ് പോയി വിലയിക്കുന്നത്, തിരോഭവിക്കുന്നത്? എവിടെയാണ് ഇത് നിലകൊള്ളുന്നത്? ഈ ഉൽപ്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും അതിനിടയ്ക്കുള്ളതിൻ്റെ ആ ഗതിവിഗതികളെ കുറിച്ചുമൊക്കെ ആദ്യമായി തന്നെ ഏത് കാലത്ത് മനുഷ്യൻ ആവിർഭവിച്ചുവോ ആ മനുഷ്യന്റെ മുന്നിൽ അതൊരു ചോദ്യമായി കിടക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് യുക്തിയുക്തമായ സമാധാനം കണ്ടെത്താൻ വേണ്ടി അവർ അന്നും ഇന്നും എന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്? അവിടെ നമ്മളെന്ന് പറയുന്ന സമയത്ത് കേവലം മനുഷ്യൻ മാത്രമല്ല, ഈ കാണപ്പെടുന്ന സർവ്വവും, അതിലെല്ലാം കൊണ്ട് ബ്രഹ്മാവ് മുതൽ പുൽപ്പടി വരെ അഥവാ പീലിക വരെ, ഉറുമ്പ് വരെ, അതിന് താഴോട്ട് ചിന്തിക്കാൻ കഴിയുമോ അതുമാവട്ടെ, മുകളിലോട്ട് ചിന്തിക്കാൻ കഴിയുമോ അതുമാവട്ടെ, ഈ സർവവും എവിടെ നിന്നാണ് ആവിർഭവിച്ചത്, എവിടേക്കാണ് അതൊക്കെ ചെന്ന് ചേരുന്നത് എന്ന് അങ്ങനെ അന്വേഷിച്ചു. അതിൽ ചിലർ അവരുടെ അന്വേഷണത്തെ പുറമേക്ക് വ്യാപരിപ്പിച്ചു. അങ്ങനെ വ്യാപരിച്ച് ആ അറിവിന് അറ്റമുണ്ടാകില്ല എന്ന് കണ്ടെത്തി അവർ തിരിച്ചു പോന്നു, തന്നിലേക്ക് തിരിഞ്ഞു. ഈ തന്നിലേക്ക് തിരിഞ്ഞവരെയാണ് നമ്മൾ ഋഷിമാർ എന്ന് പറയുന്നത്. കാരണം ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ യാതൊന്നുണ്ടോ ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായ തന്നിലും താനും അതിന്റെ ഭാഗമാണല്ലോ, അതിൽ നിന്ന് അന്യമല്ലല്ലോ. അതുകൊണ്ട് പുറമേക്ക് അന്വേഷിച്ചു പോകുന്നതിലധികം നല്ലത് അതിന്റെ ഒരു ചെറിയൊരു കണമായിരിക്കുന്ന തന്നിലേക്ക് തന്നെ തിരിഞ്ഞാൽ, താൻ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റുള്ളതിനെയും കണ്ടെത്താമല്ലോ എന്ന് അവൻ വിചാരിച്ചു.
ഇതിനെ അവർക്ക് ലളിതമായി പറഞ്ഞു, ഒരു കടലിലേക്ക് പോയി കഴിഞ്ഞാൽ കടലിൽ പോയിട്ട് കൈക്കുമ്പിളിൽ കൊള്ളുന്ന ജലമെടുത്ത് ആ ജലത്തെ നമ്മൾ പരീക്ഷണ വിധേയമാക്കി കഴിഞ്ഞാൽ ശരിക്ക് കടലിന്റെ ജലത്തെ മുഴുവൻ അറിയില്ലെങ്കിലും സാമാന്യേന അതിനെ അറിയാമല്ലോ. സാമാന്യേന അറിയാം, വിശേഷിച്ചറിയാൻ പറ്റില്ല. ഇതുപോലെ അല്ലാതെ ഒരു പഞ്ചസാരക്കൊന്നിൽ നിന്ന് ഒരു തരി പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ അതിന്റെ രുചി തന്നെ ആയിരിക്കുമല്ലോ ആ മൊത്തം പഞ്ചാരക്കൊന്നിനും എന്ന പോലെ താനും ഈ പ്രപഞ്ചത്തിലെ ഈ പ്രദർശേണ പഞ്ചത്വം യാതൊന്നിനുണ്ടോ അതാണ് പ്രപഞ്ചം എന്ന വാക്കുകൊണ്ട് ഋഷി പറഞ്ഞത്. നല്ലതുപോലെ 5 ചേർന്നത്, ആറാമതൊന്നില്ല. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന 5 ഘടകങ്ങൾ കൂടി ചേർന്ന് ഉണ്ടായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ആറാമതൊന്നില്ല. അതിൽ ഞാനും പെട്ടു, നിങ്ങളും പെട്ടു, പട്ടിയും പെട്ടു, പൂച്ചയും പെട്ടു, സർവവും പെട്ടു. അങ്ങനെയുള്ള അതിനെ തന്നെ അപഗ്രഹിക്കാൻ ശ്രമിച്ചു. തന്നിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി ആ തന്നെ തനിക്ക് തന്നെ വിധേയമാക്കി തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കി ബാഹ്യമായി പുറമേക്ക് വ്യാപരിക്കുന്ന തൻ്റെ കണ്ണുകളെ, ചക്ഷുസിനെ ഉള്ളിലേക്ക് തിരിച്ചുവിട്ടു. അന്തരാത്മൻ തൻ്റെ ഉള്ളിലുള്ള ആ ആത്മതത്വത്തെ, പ്രത്യേകാത്മാവിനെ അന്വേഷിച്ചു. ആ അന്വേഷണത്തിന് പറയുന്ന പേരാണ് തപസ് എന്ന്. അതിനെയാണ് നമ്മൾ തപസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല തപസ്, ആ അന്വേഷണത്തിനെ പിൻപറ്റി നമ്മൾ എന്തെന്ത് ചെയ്യുന്നുവോ അതൊക്കെ തപസ് എന്ന കൂട്ടത്തിൽ നമുക്ക് പരിഗണിക്കാം. ഈ ഒരു തലത്തിലേക്ക് പുറമേക്ക് വ്യാപരിച്ചു പോകുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടി നമ്മൾ എന്തെന്ത് ചെയ്യുന്നുവോ ആദ്യം പുറമേക്കാ പോണത്. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പ്ലേറ്റും മണിച്ചട്ടയും എന്ന കണക്ക് എണ്ണക്കം പഠിക്കാൻ വേണ്ടി പുറമെ ബാഹ്യമായ മണിച്ചട്ടയെ അപേക്ഷിക്കുന്നത് പോലെ ക്ഷേത്രം തുടങ്ങിയ ആരാധനാ സമ്പ്രദായങ്ങളെ നാം ബാഹ്യമായി സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് എവിടേക്ക് എത്തണം? ഇനിയൊന്നും പോയിട്ടൊന്നും കാര്യമില്ല, എവിടേക്ക് പോകണം? ഇങ്ങോട്ട് തിരിയണം എന്ന് മനസ്സിലാക്കാൻ അത് ഉതകുന്നു എങ്കിൽ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചറിഞ്ഞ ഞാൻ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം അറിഞ്ഞ് അമ്പരന്ന് പോയി എന്ന തലം. ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചറിഞ്ഞാൽ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം അറിഞ്ഞ് അമ്പരന്ന് പോയി. വാസ്തവത്തിൽ ഈ ഞാൻ എന്ന് പറയുന്നത് ഈ മജ്ജാസ്തി മാംസ മലമൂത്ര പാത്രമായ ദേഹമല്ല, പ്രതി ശരീരം ഭിന്നനല്ല ഞാൻ എന്നുള്ള അറിവിൽ നിന്ന് അതിനെന്ത് വേണം? ഒരുപാട് അലയണം. ഈ അറിവുണ്ടായാൽ നമ്മുടെ ഉള്ളു തീർത്ഥമായി. ഒരുപാട് തീർത്ഥയാത്ര, തീർത്ഥാടനം, തീർത്ഥത്തിലേക്കുള്ള അടനം, യാത്ര ചെയ്ത് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ പോയി. ആദ്യം പോവാതിരിക്കരുത്, പോയി എന്നിട്ട് വേണം. എവിടെ പോയാലും എവിടെയാണ് അയാൾ ഒളിച്ചിരിക്കുന്നത്? ഈ പോകുന്നവനാണ്, ഓർമ്മിപ്പിക്കുന്നവനാണ്, വിളിപ്പിക്കുന്നവനാണ് എന്ന് ഒക്കെ മനസ്സിലാക്കി ഉള്ളിലേക്ക് തിരിയുന്നു. ഇതിന് കാരണമാകുന്ന ഭജനയും കീർത്തനം പോലും അനുക്രമം എന്നോണം തപസ് എന്നതിൽ നമുക്ക് പരിഗണിക്കാം. അങ്ങനെ അവർ കണ്ടെത്തി, അവരാണ് ഋഷിമാര്. ഋഷയോ മന്ത്രദ്രഷ്ടാര, ഋഷയോ സത്യദ്രഷ്ടാര എന്ന് സത്യത്തെ ദർശിച്ച, മന്ത്രത്തെ ദർശിച്ച അവരെ നമ്മൾ വിളിച്ചു ഋഷി എന്ന്. ആ ഋഷിക്ക് ആ അനുഭവത്തിന്റെ, ആ സാക്ഷാത്കാരത്തിൽ നിന്ന്, ആ അനുഭവികമായ അറിവിൽ നിന്ന്, ആ ആനന്ദത്തിൽ നിന്ന് സ്വാഭാവികമായും അവർക്ക് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നി. തനിക്ക് കിട്ടിയ ഈ അനുഭവം ഉണ്ടല്ലോ, ആ ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദത്തെ കലശപ്പാനിയിൽ ജലം നിറച്ചത് പുറമേക്ക് ഒഴുകുന്നത് പോലെ തൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായും ആ ജ്ഞാനധാര പുറമേക്ക് ഒഴുകാൻ വെമ്പൽ കൊണ്ടു. അതാണ് അവരുടെ വാക്കുകളായിട്ട് മാറിയത്. ആ വാക്കുകൾ എന്ത് ചെയ്തു? ഇന്ന് നമുക്ക് ഉപകാരമാകുന്ന വിധത്തിൽ ഇപ്രകാരമൊക്കെ ആയി. ശുഗമുഖത്തിൽ നിന്ന്, ശുഗൻ എന്ന തത്തയിൽ എന്ന അർത്ഥമുണ്ട്. തത്ത പരിപക്വമായ പഴമേ കഴിക്കൂ, കാരണം നല്ലോണം പാകപ്പെട്ട പഴമേ കഴിക്കൂ. അതുപോലെ അപ്പൊ തത്ത കഴിക്കുന്ന പഴം നമുക്കും കഴിക്കാമല്ലോ, കാരണം അത്രയും പാകപ്പെട്ടതായിരിക്കും. അതുപോലെ ആ
ശരിക്കും കഴിക്കാൻ പരുവത്തിലാക്കി തന്നു ആ ഋഷിമാര്. ആ കട്ടുകട്ടിയുള്ള വാക്യങ്ങളെ. ഏത് കടുകട്ടിയുള്ള വാക്യങ്ങളെ? ആദ്യം അടിച്ചു മുറിക്കാൻ കഴിവില്ലാത്ത ആ പഴം എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെച്ച അതിനെ. ഏതിനെ? ആ ഈശ്വര തത്വത്തെ. അവരവരുടെ തപശ്ചര്യകളിലൂടെ പരിപക്വമാക്കി തീർത്ത് അത് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ആക്കി നമുക്ക് തരികയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം? നമ്മൾ അതിൻ്റെ പുറം മോടിയിൽ കുടുങ്ങിപ്പോകരുത്. കുടുങ്ങിപ്പോകാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, വഴിയോര കാഴ്ചകൾ കണ്ട് ഭ്രമിച്ചു നിൽക്കുന്ന കുട്ടിയെ പോലെ ആവരുത്. അങ്ങനെ ഉണ്ടാവും. പൂരപ്പറമ്പിക്ക് പോയാൽ അങ്ങനെ ഉണ്ടാവില്ല. ഈ പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ ഈ കുട്ടീനെ അമ്മ പറഞ്ഞയച്ചത് കടയിൽ നിന്ന് അരി വാങ്ങാൻ പറഞ്ഞയച്ചതാണ്. കടയിൽ നിന്ന് അരി വാങ്ങാൻ പറഞ്ഞയച്ച കുട്ടി ഒരു പൂരപ്പറമ്പ് കഴിച്ചിട്ട് വേണം റേഷൻ കടയിലെത്താൻ. ആക്ക് വേണ്ടിയിട്ട് അരി വാങ്ങാൻ പറഞ്ഞയച്ചത് അത് വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം കുട്ടിക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ അമ്മയ്ക്ക്. കുട്ടിക്ക് മാമുണ്ണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അമ്മ പറഞ്ഞയച്ചത്. പക്ഷേ വഴിയിൽ ഈ പൂരപ്പറമ്പിലെത്തിയപ്പോൾ എന്തുണ്ടെന്ന് അറിയോ? അവിടെ ആളുകൾ ഈ ബലൂണ് അതുപോലെ ചില പാവകൾ ഒക്കെ കടന്ന് കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ കൂടുതൽ കുട്ടിയെ ആകർഷിക്കാൻ വേണ്ടി അവര് കുരങ്ങന്റെ രൂപത്തിലും മറ്റുമൊക്കെ ഉള്ള പാവകളെ ബലൂണൊക്കെ അങ്ങനെ വീർപ്പിച്ച് കുട്ടിയെ ആകർഷിക്കാൻ തുടങ്ങി. കുട്ടി ഹാ എന്ന് പറഞ്ഞു വായും കൊടുത്തിരുന്നു നിന്നു. അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ കുട്ടി നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ കൂടുതൽ കാണിച്ചു കൊടുക്കും. അങ്ങനെ സമയം വൈകി റേഷൻ കട പൂട്ടി. പറഞ്ഞ് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. എന്തിനു വേണ്ടിയാണോ താൻ പോയത്, എന്തിനു വേണ്ടിയാണോ തന്നെ അമ്മ പറഞ്ഞയച്ചത്, എന്തിനു വേണ്ടിയാ? അമ്മയ്ക്ക് കഴിക്കാനല്ല, കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അരിക്ക് പറഞ്ഞയച്ചതാണ്. പക്ഷേ എന്ത് ചെയ്തു? ഈ വഴിയോര കാഴ്ചകളിൽ ഭ്രമിച്ചിരുന്ന് അവൻ സമയം പോയത് അറിഞ്ഞില്ല. കടയിൽ ചെന്നപ്പോ കട പൂട്ടി. ഇനി തിരിച്ചു ചെന്നാൽ എന്താവും? അമ്മയുടെ ചീത്ത പോരാ, രാത്രി ചിലപ്പോ പട്ടിണി കിടക്കേണ്ടി വരും. അതെ, ഇതുപോലെ നമ്മൾ എന്തിനാണ് വന്നത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിന് അനുസൃതമായിട്ടാണോ നമ്മൾ മാർഗത്തിൽ ചരിക്കുന്നത്? അതോ മാർഗത്തിൽ ഭ്രമിച്ച് ലക്ഷ്യത്തെ മറന്നു പോകരുതേ എന്ന് പറയാൻ വേണ്ടി കഥകളിലും അതിൻ്റെ തോരണങ്ങളിലും അതിൻ്റെ ആകർഷകങ്ങളായ വലകളിൽപ്പെട്ട് നമ്മൾ കുടുങ്ങിപ്പോകരുതേ. അതുകൊണ്ട് പറഞ്ഞു, ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂഹബ്രഹ്മേത്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ നല്ലതുപോലെ ഉപബൃംഹണം ചെയ്താലും വിസ്തരിച്ചാലും വിശദമാക്കിയാലും. ഇതിഹാസ പുരാണങ്ങൾ എന്തിനുള്ളതാണ്? നേരത്തെ പറഞ്ഞ നമ്മളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്, എവിടെ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്, എവിടെയാണ് നമ്മളൊക്കെ ചെന്ന് ചേരുന്നത്, ഈ ഉൽപ്പത്തിയും പ്രളയവും എന്താണോ, എവിടെ നിന്നാണോ ആവിർഭാവം, എവിടെയാണോ ചെന്ന് ചേരേണ്ടത്, എങ്കിൽ ഇടക്കാലത്ത് എന്താണോ നമ്മൾക്ക് സംഭവിച്ചു പോകുന്നത്, നമ്മൾ എവിടെയാണോ ധരിക്കുന്നത്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി, ഒരു സമഗ്രമായ വീക്ഷണത്തോടുകൂടി വേണം നമ്മുടെ ജീവിതം നയിക്കാൻ. അതിനു വേണ്ടി ആണ് ഏത് നടത്തുന്നത്? സപ്താഹമായാലും എന്തായാലും ഈശ്വരീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, തത്കഥനം ചെയ്യുന്നത്. തത്കഥനം, അന്യോന്യം തത്പ്രബോധനം, തത്ചിന്തനം, ഇതൊക്കെ അറിയാം. ഈശ്വര തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈശ്വര കാര്യത്തെക്കുറിച്ച് പരസ്പരം പറയുന്നു, മറ്റുള്ളവരെ പറഞ്ഞറിയിക്കുന്നു. ഇത് മാത്രം. ഈ ഒരു ചിന്തയിലൂടെ നമ്മളും നമ്മുടെ ചുറ്റുപാടുകളെയും നാം ധന്യമാക്കുന്നു. ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആര്? ആചാര്യൻ, ഗുരു അല്ല. ആരാണ് ആചാര്യൻ? ആദിനോദി ശാസ്ത്രാണി ഇതി ആചാര്യൻ. ആചരിച്ചുകൊണ്ട് ശിഷ്യനെ പ്രാപ്തമാക്കുന്ന ആളാണ് ആചാര്യൻ. അല്ലാതെ സാമൂഹ്യ പാഠവും സയൻസും പഠിപ്പിക്കുന്നത് പോലെ അല്ല. അതാർക്കും പറ്റും. അതാണ്
സ്വയം ജീവിതത്തിൽ ആചരിച്ചിട്ട് ആ ആനന്ദാനുഭൂതി സ്വാഭാവികമായി പുറമേക്ക് ഒഴുകുന്ന ആ ഒഴുക്ക് സ്വാഭാവികമായി അതാണ് ഇത് ഭാഗവതം. എന്തിനായിക്കൊണ്ട് അവിടെ ലക്ഷ്യം എന്നുള്ളതിനെ ഏതൊരാചാര്യനും എങ്ങനെ പറഞ്ഞാലും ലക്ഷ്യം എന്നുള്ളതിനെ നമുക്ക് ഒരു പേരിട്ട് വിളിക്കാം. അതിന്റെ സംക്ഷിപ്തമായ ഭാവം അത് ആരെങ്ങനെ പറഞ്ഞു, ഇപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാലും സ്വർഗസ്ഥൻ എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും വേണ്ടില്ല, സനാതന ധർമ്മം ലക്ഷ്യമായിട്ട് പറഞ്ഞത് ഇതര മതങ്ങൾ കാണുന്ന ഇടത്താവളം എന്ന കണക്കെയുള്ള സ്വർഗസങ്കല്പത്തെ അല്ല. അവിടെ സ്വർഗം എന്നല്ല പറയുന്നത്, അതുകൊണ്ട് മോക്ഷം എന്നാണ്. മോക്ഷം എന്ന് ഇത് മോക്ഷം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പലപ്പോഴും ഭാഗവത സപ്താഹത്തിലും അത് ഒരുപാട് മോഹങ്ങളെ ഉണ്ടാക്കുന്ന തരത്തിൽ കാണാറുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല്, ഈ നിങ്ങൾക്ക് ഇതാ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന വഴിപാട് കഴിച്ചിട്ടാൽ ഇന്ന കാര്യം ഉണ്ടാവും, ഇന്ന കാര്യലാഭം ഉണ്ടാവും, ഇന്ന കാര്യലാഭം ഉണ്ടാവും, ഇന്ന കാര്യലാഭം ഉണ്ടാവും. ഇവിടെ അതൊന്നും കണ്ടില്ല, അതുകൊണ്ടാ ധൈര്യമായിട്ട് പറഞ്ഞു കിട്ടോ. കൂടുതൽ ആഗ്രഹങ്ങളെ, ഉപ്പനും മുളകിനും വേണ്ടിയുള്ള ആഗ്രഹങ്ങളെ സമാഹരിക്കലല്ല. അതൊക്കെ വേണം, അത് നമുക്ക് കഴിക്കാനാണ്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. ഈ മോഹങ്ങളൊക്കെ പോയിട്ട് പിന്നെന്താണ്, ജ്ഞാനവൈരാഗ്യം സിദ്ധമാകാൻ നമ്മൾ കഴിക്കുന്നതൊക്കെ എന്തിനാവണം? ജ്ഞാനവൈരാഗ്യം. ഭക്തി മാത്രം പോരാ. ഭാഗവതത്തിൽ ഭക്തി വളരെ ഉന്മേഷവതിയാണ്, ഊർജസ്വലതയാണ്. ഇതിലൂടെ ഇരിക്കുന്ന ആളാണ്, വളരെ ഉന്മേഷത്തോടുകൂടി ഇരിക്കുന്ന ആളാണ് ആരും ഭക്തി. ഭക്തിക്ക് ഒരു കുറവുമില്ല, നമുക്ക് കുറവൊന്നുമില്ലല്ലോ, നമ്മളൊക്കെ വളരെ ഭക്തന്മാരല്ലേ. ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിലല്ലേ നമ്മളിരിക്കുന്നത്. പക്ഷേ ആ ഭക്തി പോരാ. എന്തുകൊണ്ട്? ഭക്തിയുടെ മക്കളുണ്ടല്ലോ, ഭക്തിയുടെ മക്കള് വയസ്സായിട്ടിരിക്കുക. ഇനി അങ്ങോട്ട് എണീറ്റ് നടക്കാൻ വയ്യാത്ത വിധത്തിൽ. എന്തെന്ത് ഇയാൾക്ക് പറ്റി? തെറ്റ് പറ്റിപ്പോയോ? ഇല്ല, തെറ്റ് പറ്റിയൊന്നുമില്ല. പൊതുവെ അമ്മ വയസ്സായ ആളും മക്കള് പ്രായം കുറഞ്ഞ ആളും അല്ലേ ആവേണ്ടത്. ഇവിടെ ഭക്തി എങ്ങനെയാ? യുവതിയാണ്. ഭക്തി എന്നുള്ള അമ്മ ആരാണ്? യുവതി. ഭക്തിയുടെ മക്കളുണ്ടല്ലോ, അവർ വയസ്സന്മാര്. അതാരാ? ജ്ഞാനവും വൈരാഗ്യവും. അപ്പൊ ജ്ഞാനവും വൈരാഗ്യവും എന്നുള്ള അത് എണീക്കാൻ പറ്റാത്ത വിധത്തിൽ വയസ്സനായിട്ടിരിക്കുക. ഇനി പൊന്തില്ല. ഈ ജ്ഞാനവും വൈരാഗ്യവും ഇല്ലാത്ത ഭക്തി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഭാഗവതം പ്രവൃത്തമാവുന്നത്. അന്വയ വ്യതിരേകേണ വേണം ശാസ്ത്രത്തെ നമ്മൾ നോക്കിക്കാണാൻ. അന്വയ വ്യതിരേകേണ അതൊക്കെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് എന്ത് വേണം? ഇന്ന് നമ്മളുടെ പോക്ക് പോരാ. നമ്മളൊക്കെ ഭക്തന്മാരാണ്. നാട്ടിലെവിടെ നോക്കിയാലും ഭക്തി കൊണ്ട് നിറയുകയാണ്. ഭക്തന്മാരെ കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാതായിട്ട്. നല്ലത് തന്നെ. അധികം ഭക്തി എന്തിനു വേണ്ടിയുള്ളതാ? എന്തിനു വേണ്ടിയുള്ള ഭക്തിയാ? മുക്തിക്കല്ല, മോക്ഷത്തിനല്ല, പിന്നെന്താ? ഭുക്തിക്ക, ഭക്ഷണത്തിനാണ്. നോക്കൂ, ഇത് പറഞ്ഞ് എഴുതാപ്പം വായിക്കരുത്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ ആളില്ലായ ഇവരൊക്കെ കൂടി നമ്മളെ അതൊരു പരുവത്തിലാക്കും. അതുകൊണ്ട് ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. പക്ഷെ ഭക്ഷണം മാത്രം പോരാ. എന്തിനു വേണ്ടിയാ ഭക്ഷണം കഴിക്കുന്നത്? അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം. അത് മാർക്ക്. എന്തിനെക്കൊണ്ട്? എന്തിനു വേണ്ടിയാ ഭക്ഷണം കഴിക്കുന്നത്? ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം. ഇത് തന്നെയാണ് ഭാഗവതത്തിനെയും പ്രതിപാദ്യ വിഷയം. എന്തിനുള്ള ഭക്തിയായിരിക്കണം? മാവുന്നുള്ള ഭക്തി അല്ല. എല്ലാവരും ഒത്തുകൂടി ഭക്ഷണം കഴിച്ച് വിരിഞ്ഞു പോയാൽ അത് നല്ലതാട്ടോ. ഭഗവാന്റെ പ്രസാദം ഒന്നിച്ചിരുന്ന് ഒരേപോലെ ഉണ്ടാക്കി എല്ലാവരും പങ്കുചേർന്ന് കഴിക്കുന്നത് വളരെ നല്ലൊരു ഉദാത്ത ഭാവം അതിലുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ അത് മാത്രം പോരാ. അതിൽ മാത്രം ഒതുങ്ങരുത്. പിന്നെന്ത് വേണം? പിന്നെന്താ വേണ്ടത്? ഈ ഭക്ഷണം കഴിക്കുന്നത്, ആ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം നമ്മളെ പോഷിപ്പിക്കുന്നതായിരിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നിമിത്ത ദോഷം എന്നുള്ളതിലൊന്നുണ്ട്. കാരണം ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കേണ്ടെന്ന് പറഞ്ഞില്ല, നമ്മളും കഴിക്കേണ്ടി വരും ചിലപ്പോ. പക്ഷെ സ്ഥിരമായിട്ട് നമ്മളാരും ഭക്ഷണം ഹോട്ടലിൽ കഴിക്കാറില്ല. വേറെ വഴിയില്ലെങ്കിലല്ലേ കഴിക്കൂ. ഒരാപധർമ്മം എന്നോണം നമ്മളും കഴിക്കാറുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പരമാവധി അത് കഴിക്കാതിരിക്കാനല്ലേ നോക്കുക.
അതെന്താ? വെറുതെ അല്ല കേട്ടോ. ഒരു ഹോട്ടലിൽ പോണ സമയത്ത് അത് ഉണ്ടാക്കിയ ആള് എന്ത് ഉദ്ദേശത്തിലാണ് ഉണ്ടാക്കിയെന്ന് അറിയില്ല. ചിലപ്പോ കൂലിപ്പണിയായിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം, പൈസ കിട്ടും ഇല്ലേ? എങ്ങനെ ആ ഒരു ചിന്ത വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതേപോലെ ഈ ഹോട്ടൽ അടയ്ക്കാൻ നേരത്തെ ഒരാൾ വെറുതെ ചെന്ന് വിചാരിക്കുക. അപ്പൊ കേസിലിരിക്കുന്ന ആള് പറഞ്ഞു, അല്ല ഒരാൾക്കും കൂടി ചോറുണ്ടാവുമോ എന്ന് ചോദിച്ചു. എന്തായിരിക്കും ആ വിളമ്പി കൊടുക്കണ ആളുടെ ഭാവം? ഉള്ളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടാവും പറയണ്ടല്ലോ. എന്നിട്ട് അയാള് നിവൃത്തികേട് കൊണ്ട് വിളമ്പി കൊടുക്കും. ആ ഭക്ഷണം കഴിച്ചാണ്ടല്ലോ ജ്ഞാനവൈരാഗ്യം അല്ല ഉണ്ടാവുക. ഇതാണ് നിമിത്ത ദോഷം എന്ന് പറഞ്ഞത്. പക്ഷേ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയല്ല. വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയല്ല എന്ന് പറയാം ധൈര്യം പോരാ. കാരണം ചിലപ്പോ കുട്ടികളെ അമ്മ ഭക്ഷണം കൊടുക്കുന്നത് കാണാം. എങ്ങനെ കൊടുക്കുക? പണ്ടൊക്കെ അങ്ങനെ കാക്കയെ പൂച്ചയെ എന്നൊക്കെ പറഞ്ഞിട്ടാവും കൊടുക്കുക. അപ്പൊ എന്താ കൊടുക്കുക? കാക്കയ്ക്കും കൊടുക്കരുത്, പൂച്ചയ്ക്കും കൊടുക്കരുത്, ഇത് കുട്ടിക്ക് മാത്രമേ കൊടുക്കാവൂ. അങ്ങനെയല്ല, കാക്കയ്ക്കും കുറച്ച് കൊടുക്കണം, പൂച്ചയ്ക്കും കുറച്ച് കൊടുക്കണം. അത് വിശക്കണതല്ലേ എന്നുള്ള ഭാവം സൂക്ഷിച്ചാ നല്ലതാ. അങ്ങനെ കുട്ടിയെ ദാനശീലം പഠിപ്പിക്കണം. മറ്റെന്താ, കാക്കയെ അതിനെ വെറുതെ ആഗ്രഹിപ്പിക്കുക, മോഹിപ്പിക്കുക, ഒന്നിനും കൊടുക്കരുത് കുട്ടിക്ക് തന്നെ. അങ്ങനെ പഠിപ്പിക്കരുത്. ആ കുട്ടി ദാനശീലം ഇല്ലാതെ കുട്ടിയായി മാറും. പരസ്പരം മറ്റു ജീവികളോട്, സഹജീവികളോട് ഒരു സ്നേഹമില്ലാതെ വളരാൻ പഠിപ്പിക്കരുതേ. ഇതര ഭൂതങ്ങൾക്ക് ബലി കൊടുക്കാൻ ക്ഷേത്രത്തിൽ മാത്രമല്ല തന്റെ ചുറ്റുപാടും വളരുന്ന ജീവികൾക്കും പട്ടി പോലും പട്ടിണി കിടക്കരുത്. പിന്നെ അവിടെ വന്നത് ബലിക്കല്ലില് ചോറ് തൂവിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഭൂതബലി നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഭൂതബലി നടത്തേണ്ടത് എവിടെയാ? തന്റെ ചുറ്റുപാടുള്ളവരും നടത്തണം. അത് കൊച്ചു കുട്ടിയാവുമ്പോൾ വേണം പഠിച്ചു വരാൻ. ഇനി ചില അമ്മമാര് ചെയ്യും, അമ്പിളിമാമനെ കാണിച്ചു കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ചിലരുണ്ട് ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അടിച്ചും കുത്തിയും പിച്ചിയും ഒക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷെ എങ്ങനെ കൊടുക്കാം? പക്ഷെ ഈ കൊടുക്കുന്നത് പോഷിപ്പിക്കപ്പെടണമെങ്കിൽ ഇനി ഇതും പോരാ. കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകാംശം കുറവാണെങ്കിൽ വെറും ചണ്ടിയുള്ളൂ, മലായി പോണതേ ഉള്ളൂ വെച്ചാൽ എന്തിനത്ര കഷ്ടപ്പെട്ട് കൊടുത്തത്? ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമായാൽ നമ്മൾ നേരെയാവും. നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമാണ്. എങ്ങനെ ശുദ്ധം? അത് വളരെ നന്നാക്കിയാ ഉണ്ടാക്കിയത്, അതിൽ യാതൊരു മാലിന്യമില്ല. ആ മാലിന്യം അല്ല പറഞ്ഞത്, ഇത് കഴിക്കുന്ന ഭാവത്തിൽ. ഇന്ന് പലരും ഭക്ഷണം കഴിക്കുന്നത് കുശുമ്പും വാശിയും അസൂയയും ജനിപ്പിക്കുന്ന സീരിയലിന്റെ മുന്നിൽ നിന്ന് വേണ്ട. ഇത് നിമിത്ത ദോഷത്തെ വരുത്തി വെക്കും. സിനിമ കണ്ടോളൂ കേട്ടോ. സിനിമ കഴിഞ്ഞല്ലോ. പക്ഷെ സീരിയൽ കാണരുതേ. മഹാ അപകടമാണത്. കാരണം കണ്ടവരൊക്കെ പറയുന്നുണ്ട്. കാരണം വീട്ടില് തീർത്തും ഒരു കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് ഇതിലൂടെയാണെന്നറിയോ? വായിലൂടെ അല്ല, കണ്ണിലൂടെയാ. 70% ആഹാരം എന്ന് പറഞ്ഞതിന് ശാസ്ത്രം പറഞ്ഞത് ആഹരന്തി ഇതി ആഹാരം എന്നാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ഉൾവലിക്കുന്നതെല്ലാം ആഹാരമാണ്. എങ്കിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളാകുന്ന അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ആഹാരമുണ്ടല്ലോ, അത് ആക്കാൻ പറ്റുന്നതുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഈ വേണ്ടാത്ത, പോഷിപ്പിക്കാത്ത, തീർത്തും നമ്മളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരമാണ്. അതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് നല്ല പോഷണം നൽകുന്ന ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കാണുന്നവർ വിരലിലെണ്ണാനുള്ളവരേ ഉള്ളൂ, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ പലപ്പോഴും അതിന് വിപരീതമായ തന്റെ കണ്ണിനും നാക്കിനും മൂക്കിനും ഒക്കെ രുചിയേറുന്ന ഭക്ഷണം കഴിക്കുന്നവരെ പോലെ നാവിനുള്ള രുചി വിചാരിച്ച് സ്വാദുള്ള ഭക്ഷണമാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറയുന്നത് പോലെ ഇന്ന് കണ്ട സീരിയൽ നാളെ കണ്ടിട്ടില്ലെങ്കിൽ എന്തോ നഷ്ടമായ പോലെയാണ്. 3 കൊല്ലം കൊണ്ടാണ് ഒരു സ്ത്രീ പ്രസവിച്ചത്. സീരിയലാട്ടോ, സീരിയലൊക്കെ നടക്കും. ഇങ്ങനെ അതുകൊണ്ട് കുശുമ്പും വാശിയും അസൂയയും ഇത് വളർത്തുന്ന തരത്തിൽ ഉള്ളതിനെ എന്ത് വില കൊടുത്തും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ നിമിത്ത ദോഷം നമുക്കുണ്ടാവരുത്. ഒരു ഭാഗത്ത് ഭാഗവതം കേട്ടു, അത് കഴിഞ്ഞ് വേഗം ഓടി, ധൃതി പിടിച്ചോടി. എന്തിനു വേണ്ടിയാ ഓടുന്നത്? ആവില്ലല്ലോ. ആണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല.
ഒരു ഗുണം ഉണ്ടാവുന്നില്ല, മറിച്ച് ദോഷമുണ്ട് താനും. കാരണം ഒരു മഹാപാപമാണത്. കാരണം ആചാര്യന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദയാണത്. ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ നാമം ജപിക്കുന്ന ഒരാൾ 23.5 മണിക്കൂറും അതിന് വിപരീതമായ പ്രവൃത്തി ചെയ്യുന്നു എങ്കിൽ അത് ആ നാമത്തിനോട്, ആ നാമിയോട് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ അപരാധമാണ്. അതുകൊണ്ട് ആ അപരാധം പൊറുക്കണമെങ്കിൽ എന്ത് വേണം? ഒറ്റ വഴിയുള്ളൂ, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ, അല്ല 10 മിനിറ്റ് കഴിയുള്ളൂ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ, നാമം ജപിക്കൽ ഒരിക്കലും മുടക്കരുത്. ക്ഷേത്രത്തിൽ പോകൽ ഒരിക്കലും മുടക്കാൻ പാടില്ല. മുടക്കാൻ സന്ദർഭം ഒരിക്കലേ ഉള്ളൂ, അശൗചകാലം മാത്രം, കുലാ ആചരണത്തിൽ. അതും എല്ലാം ഇല്ല, ചിലതൊക്കെ എഡിറ്റ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അവസരം കാത്തിരിക്കാം, പോവാതിരിക്കാൻ എന്താ വഴിയെന്ന് അതല്ല പറഞ്ഞത്, സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ സമയത്ത് മാത്രമേ താൻ കർമ്മം ചെയ്യാൻ ബാധ്യതയുള്ളവർക്ക് പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നായ പിതൃതർപ്പണം എന്നുള്ളതിന് ചെയ്യേണ്ട സന്ദർഭം മാത്രമേ ഉള്ളൂ ക്ഷേത്ര ആരാധനയെ മുടക്കാനുള്ള സന്ദർഭം. അല്ലാതെ ഒരു സന്ദർഭവും ഇല്ല. തൻ്റെ ഗ്രാമത്തിന്റെ കേന്ദ്രമായി ഈ നിലകൊള്ളുന്ന ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളത് മാത്രം പോരാ, ഉപാസന ചെയ്യാൻ പഠിക്കും വേണം. ചെലൂട്ടടിച്ച് പോന്നാ പോരാ, അതും കാര്യലാഭത്തിലുള്ളതാവരുത്. ഇന്നലെ മിഞ്ഞാന്ന് ഒരു അമ്പലത്തിൽ പോയപ്പോ ബോർഡ് വായിച്ചപ്പോ കണ്ടത് എന്താണെന്നറിയോ? ബൈക്കിന്റെ താക്കോൽ പൂജിക്കാൻ 51 രൂപ, കാറിന്റെ താക്കോൽ പൂജിക്കാൻ 101 രൂപ, കാര്യസാധ്യ പുഷ്പാഞ്ജലിക്ക് 25 രൂപ. അത് വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള താന്തോന്നിത്തങ്ങൾ അതാവരുത്. അതിനല്ല ക്ഷേത്രത്തിലേക്ക് പോകണം. നേരത്തെ പറഞ്ഞു ഭാഗവതം എന്നുള്ളത് എന്തിനുള്ളതാണെന്ന് പറഞ്ഞു. അത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ അപ്പൊ ചോദ്യം, ഇങ്ങനെയെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടേ? ഒരിക്കലും അങ്ങനെ ആവരുത്. ഈ അറിയാതെ ചെയ്യുന്ന തെറ്റ് ഭഗവാൻ ക്ഷമിച്ചോളും. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും അതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം മൃഗങ്ങൾക്ക് തെറ്റ് പറ്റും. തെറ്റ് പറ്റാത്തവർ, മൃഗങ്ങൾക്ക് തെറ്റ് പറ്റുമോ? ഇല്ല, മൃഗങ്ങൾക്ക് തെറ്റ് പറ്റില്ല. തെറ്റിപ്പോയ മൃഗങ്ങൾക്ക് തെറ്റ് പറ്റുമോ? ഇല്ല കേട്ടോ, മൃഗങ്ങൾക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. മനുഷ്യനെ തെറ്റ് പറ്റും. എന്തുകൊണ്ട്? തെറ്റും ശരിയും വ്യവച്ഛേദിച്ചറിയാൻ കഴിവുള്ള ഒരു തല നമുക്ക് തന്നിട്ടുണ്ട്. ആര് തന്നു? ജന്മന. അതിന്റെ പേരാണ് വിശേഷബുദ്ധി. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണെന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു വിശേഷബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അതിനനുസൃതമായി ഘടിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഓരോന്നും ഘടിപ്പിച്ചു. വായുടെ തൊട്ടുമോള് തന്നെ മൂക്ക്. അത് തന്നില്ലായിരുന്നെങ്കിൽ മരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ അറിയാം ഇത് മല ആയിരുന്നു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ അനുഗ്രഹം. അതിന് തൊട്ടുമോളെ തന്നെയാണ് കണ്ണു തന്നത്. ശരിക്കും നോക്കിയിട്ട് നല്ലതും ചീത്തയും വേർതിരിച്ച് കഴിക്കൂ കേട്ടോ. ഓരോന്നും മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിനെ അവഗണിക്കാതിരുന്നാൽ മതി. തല നനച്ചു, ഇനി വെയില് കൊള്ളരുത് മുന്നറിയിപ്പ്. വെയിൽ കൊണ്ടൂടെ? പെയിന്റ് അടിച്ചിട്ട് വെയിൽ കൊണ്ട ഉള്ളിൽ സിസ്റ്റം തകരാറാവും. പല്ല് കൊഴിഞ്ഞു വയസ്സായിട്ട്, ഇനി കടിച്ചു മുറിക്കണ സാധനമൊന്നും ഉള്ളിലേക്ക് കൊടുക്കരുത്. കൊടുത്താൽ എന്താവും? ദഹന പ്രക്രിയ താറുമാറാവും. അതിന്റെ ഫലമായി രോഗങ്ങൾ ഏറി വർദ്ധിക്കും. അതുകൊണ്ട് ഓരോന്നും മുന്നറിയിപ്പുകളാണ്. ഓരോന്നും എന്തെല്ലാം ഓരോന്നും ഇന്നതെന്ന് പറയാൻ പറ്റും. എന്നാലും പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. നാളെ ഒരാൾ ചോദിച്ചു, സ്ത്രീകൾ 7 ദിവസം ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുന്നറിയിപ്പാ? അത് മുന്നറിയിപ്പാ. 7 ദിവസം എന്നുള്ളത് കൽപ്പിക്കേണ്ടത് ഞാനല്ല, അല്ലെങ്കിൽ വേറെ ആരുമല്ല. അത് അവനവനെ അറിയാൻ പാടുള്ളൂ. പറഞ്ഞത് ശരിയാ. പക്ഷെ അത് അമ്പലത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നിയമമല്ല. പിന്നെന്തിനാ? സ്ത്രീക്ക് 7 ദിവസമല്ല, എത്ര ദിവസമാണോ ഈ യജോത്പാദനമുള്ളത് അത്രയും ദിവസം ഏത് സ്ത്രീയാണോ വിശ്രമം എടുക്കുന്നത്. യജ്ഞസ്ത്രീകളിലേക്ക് മാത്രമല്ല, എവിടെയും പോകാൻ പാടില്ല. പക്ഷെ നാമം ജപിക്കരുതെന്ന് പറഞ്ഞില്ല കേട്ടോ. കൂടുതൽ നാമം ജപിക്കണം. ഉപനിഷത്ത് പഠിക്കേണ്ട സമയമാണ്. ഉപനിഷത്ത് പഠിക്കേണ്ട സമയം. പക്ഷെ എങ്ങോട്ട് പോകരുത്. എങ്ങോട്ട്? അടങ്ങി ഒതുങ്ങി ഇരിക്കണം. പൂർണ്ണ വിശ്രമം, മനസ്സിനും ശരീരത്തിനും ഒക്കെ. ഇങ്ങനെ വിശ്രമം എടുത്തിട്ടില്ലെങ്കിലും
അഥവാ മടമ്പ് തള്ളിയ ചെരുപ്പിടുന്നവരും 35 വയസ്സ് കഴിഞ്ഞാൽ നടുവേദന കൊണ്ട് കഷ്ടപ്പെടും. എല്ല് പോലും ദുർബലമാകുന്ന സമയമാണ് സമയം. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് തന്നത്. എന്ത്? ഒരു മുന്നറിയിപ്പ്. സാന്ദർഭോചിതമായി അച്ഛനൊപ്പം പറഞ്ഞേ ഉള്ളൂ. കാരണം ഒരുപാട് പലരുടെയും സംശയമുള്ള ഒരു വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ പോവാൻ, ജോലിക്ക് പോകാൻ, ഒന്നും പോകാൻ പാടില്ല. പൂർണ്ണ വിശ്വാസം. ആ സമയത്ത് കൂടുതൽ നാമം ജപിക്കണം. കാരണം ടെൻഷനും പ്രയാസങ്ങളും ആർക്ക് കൂടുതലുണ്ടോ അപ്പൊ കൂടുതൽ ജപിക്കുക. യാതൊരു സംശയവുമില്ല. പക്ഷെ ഒന്നുണ്ട്, അപ്പൊ വിശ്രമം എടുക്കാത്തവർക്ക് ഒരു ദുരിതം വരുന്നുണ്ട്. 35 വയസ്സ് 40 വയസ്സാകുമ്പോഴേക്ക് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, ഗർഭപാത്രം നീക്കം ചെയ്യുന്ന സർജറി മുതലായവ ഉണ്ടാവും. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ പൂർവികരായ ഋഷിമാര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. വെറുതെ അല്ല പറഞ്ഞത്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മംഗള കർമ്മങ്ങൾ, വിവാഹമാകട്ടെ, വിവാഹമൊക്കെ നിന്ന് എന്താ കാണിച്ചു കൂട്ടുന്നത്? ഭാഗവതമൊക്കെ കേട്ടുപോയിട്ട് അതിന് വിപരീതമുള്ള പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകാതെ ശ്രദ്ധിക്കണം. വിവാഹം തുടങ്ങിയ കർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ, അഗ്നിനെ സാക്ഷിയായി ചെയ്യുന്ന കർമ്മങ്ങൾ. 2 തരത്തിലും അഗ്നി നമ്മളെ സാക്ഷിയായി നോക്കി കാണുന്നുണ്ട്. അഗ്നി കാണാത്ത ഒരു കർമ്മവും ഹിന്ദു ഭവനങ്ങളിൽ ഉണ്ടാവുന്നില്ല. ഒന്നുകിൽ അത് അഗ്നിയിലേക്ക് അവിസർപ്പിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അഗ്നി സാക്ഷിയായിക്കൊണ്ടായിരിക്കും. എന്തായാലും മംഗളകർമ്മങ്ങളെല്ലാം അന്ത്യേഷ്ടി വരെ അഗ്നിക്രിയകളാണ്, അഗ്നിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് അഗ്നേ സുപദാ സുപദാ, ശോഭനമായ വഴിയിലൂടെ എന്നെ നയിക്കണമേ എന്നൊരു പ്രാർത്ഥന അഗ്നിയോട് ചെയ്യുന്നുണ്ട് ഉപനിഷത്ത്. കുടുംബനാഥൻ അര റേഷൻകാതലനാഥനല്ല, അഗ്നിയ, ദീപമാണ്. ഇവിടെ ചൊല്ലിയ ദീപം കൊളുത്തിയ സമയത്ത് അഗ്നി ആരാണ്? ദീപം ആരാണ്? അത് കുടുംബനാഥനാണ്. ആ കുടുംബനാഥനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. ആ പ്രതിജ്ഞ ലംഘിക്കരുത്. അഗ്നി സാക്ഷിണിയായോരോ പത്നിയെ, ബാക്കി പറയണ്ടല്ലോ, എല്ലാ കർമ്മങ്ങളും ആ അഗ്നിസാക്ഷിയായി ചെയ്യപ്പെട്ട നിത്യനൈമിത്തിയ കർമ്മങ്ങള്. നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങൾ: അധ്യാപനം, ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബല്യം ബൗദ്ധോ യജ്ഞോ അതിഥി പൂജനം. ഇത് 5 എണ്ണമാണ്. അത് നിത്യവും വീട്ടിൽ ചെയ്യേണ്ടതാണ്. ഇത് നൈമിത്യ കർമ്മങ്ങൾ, ഷോഡശ എന്ന പേരിൽ വിളിക്കുന്നു. അത് ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം തുടങ്ങി അങ്ങോട്ട് പോകും. ഇതുവരെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ആരെ? ഒരാളെ സാക്ഷിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വിപരീതമാവരുതേ. കല്യാണം അകല്യാണമാക്കരുതേ. ഇന്ന് പല വീടുകളിലും കല്യാണത്തിന്റെ പേരിൽ നടമാടുന്നത് പലപ്പോഴും വളരെ അപകടകരമായ സ്ഥിതിയിലേക്കാണ് എത്തിച്ചേരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ കൂടുതൽ ആണെങ്കിലോ, വീട്ടിൽ കൂടുതൽ അന്ന് തന്നെ ചിക്കൻ ബിരിയാണി. ഇവിടുത്തെ കാര്യമല്ലാത്ത പറഞ്ഞു, ഇവിടെയൊക്കെ വളരെ കേമാണ് പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഭാവിയിൽ പോലും ആയി തീരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഇതൊരു ഭാഗത്തൂടെ കേട്ടു അതിന് വിപരീതമായ ജീവിതം നയിച്ചാൽ നോക്കണേ. എന്തിനേറെ ആന്തരികമായി ഒന്നും നോക്കണ്ട, ബാഹ്യമായിട്ട് ഒരാൾ അമ്പലത്തിലേക്ക് നിത്യവും പോകുന്നു, അഥവാ ഭാഗവതത്തിന് വന്നിരിക്കുന്നു, പൊട്ട് തൊട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാള് വീട്ടില് ഭാര്യയും ഭർത്താവും കുട്ടികളുമായിട്ട് എന്നും ചണ്ട കൂടുകയാണെങ്കിൽ, എന്നും ഒരു കലുഷിതമായ അന്തരീക്ഷമാണെങ്കിൽ, അല്ലെങ്കിൽ അടി കൂടുകയാണെങ്കിൽ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ വായ തുറന്നാൽ നേരെ വിപരീതമാണെങ്കിൽ, അവരെ കുറിച്ച് മറ്റുള്ളവരെന്താ പറയുക? ഇവരൊക്കെ ഈ അമ്പലത്തിൽ ഈ ഭാഗവതത്തിലൊക്കെ പോയി പങ്കെടുത്തിട്ടേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോവാതിരിക്കല്ലേ നല്ലത്. ഇതാരിലേക്ക് ചാർത്തി? ഇതാരിലേക്കാ ചെന്ന് ചേരുന്നത്? നമ്മളുടെ ചെയ്തി കാരണം ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ പൂവിട്ട് കൊടുക്കുന്നത് മാത്രമേ ഭഗവാനിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെയ്തികളും, അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, മറ്റുള്ളവർക്ക് മാർഗദർശിത്വമുള്ളതാവണം. നമ്മൾ ഭാഗവതത്തിൽ പങ്കെടുത്തുവെങ്കിൽ നമ്മളുടെ മുഖത്ത്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമായി കാണാൻ കഴിയണം. അതാ ഉയർച്ച എന്ന് പറയുന്നത്. അതാണ് വളർച്ച. അല്ലാത്ത വളർച്ച ക്യാൻസറാണ്. ക്യാൻസർ വളർച്ചയാണല്ലോ. കോശങ്ങളുടെ ക്രമാതീതമായ വളർച്ചയ്ക്ക് പറയുന്ന പേരാ ക്യാൻസർ, അല്ലേ? തളർച്ചയല്ലാതെ. പക്ഷേ
അതേപോലെയുള്ള വളർച്ചയാണ്. ആ ക്യാൻസറാണ് ഇന്ന് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്യാൻസർ അത് രോഗമാണ്. ആ രോഗത്തിന് അടിമപ്പെട്ട് പോകരുതേ, അത് ദുരിതമായിരിക്കും. ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഞാൻ സപ്താഹത്തിൽ പങ്കെടുത്തതാണ്. എന്റെ വീട്ടിൽ ഞാൻ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. എന്റെ ഭാഗത്ത് അതിന് നമുക്ക് പറ്റൂ. നമുക്ക് നമ്മളെ മാത്രമല്ലേ നിയന്ത്രിക്കാൻ പറ്റൂ. മറ്റുള്ളവരെല്ലാവരും നന്നായിട്ട് ഞാൻ നന്നായിക്കോളാം, ഒരാൾക്ക് നന്നാവാൻ പറ്റില്ല. ഞാൻ നന്നായാൽ മൊത്തമുള്ളതെന്ന് ഒന്നെണ്ണം പറഞ്ഞില്ലേ. അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്ത നമുക്ക് പുലർത്താൻ കഴിയണം. വീട്ടില് ബാക്കി ആരും നന്നാവില്ല, പിന്നെ എന്തിനാ ഞാൻ നന്നായിട്ട് കാര്യം? ഭർത്താവ് നന്നാവില്ല, മക്കൾ നന്നാവില്ല, പക്ഷെ ഞാൻ മാത്രം നന്നായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞ് അത് നെഗറ്റീവ് ഒരിക്കലും ഒരാൾ നന്നാവാൻ പോകുന്നില്ല. മറിച്ച് ഞാൻ നന്നാവും. അത് കണ്ട് മറ്റുള്ളവർ പഠിക്കട്ടെ, പഠിക്കാതിരിക്കട്ടെ, പക്ഷെ ഞാൻ നന്നായിട്ട് കാണിച്ചു കൊടുക്കും എന്ന് ഓരോരുത്തരും. ഞാൻ സപ്താഹത്തിൽ പങ്കെടുത്തതാണ്, ഞാൻ ഭഗവത് ആരാധനയ്ക്ക് പോയതാണ്, ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, ഞാൻ ഈ കൂട്ട് തൊട്ടിട്ടുണ്ട്, ഇത് പ്രസാദമായിട്ടാണ് തൊട്ടത് എന്നൊരു ഓർമ്മ നിത്യ ജീവിതത്തിൽ പുലർത്താൻ, അതിനോട് നീതി പുലർത്താൻ പരമാവധി അത്രയല്ലേ പറ്റൂ. ഇനി ഒക്കെ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും മനുഷ്യനല്ലേ തെറ്റ് പറ്റൂ. തെറ്റ് പറ്റാത്തവൻ മനുഷ്യനല്ല. പക്ഷേ ഓരോ തെറ്റുകളും അത് ശരിയിലേക്ക് നമ്മളെ നയിക്കും. കേൾക്കും തോറും ശരിയിലേക്ക് നയിക്കുന്നത് തെറ്റുകളാണ് ശരിയിലേക്ക് നയിക്കുന്നത്. ശരി ഒരിക്കലും ശരിയിലേക്ക് നയിക്കുന്നില്ല. ആരെ സംബന്ധിച്ച്? ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ച്. അതുകൊണ്ട് തെറ്റ് പറ്റില്ല എന്നൊന്നും പറയില്ല, പക്ഷേ വീഴ്ചകൾ സംഭവിക്കില്ലെന്ന് പറയില്ല. പക്ഷെ വീഴ്ച ഒരു പതിവാവരുത്. പറഞ്ഞാൽ വീണോടുത്ത് കിടന്ന് ഉരുണ്ടുവരുണ്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എണീറ്റ് നടക്കുക തന്നെ വേണം. അങ്ങനെ ക്രമികമായി നമ്മൾ ഉയർത്തുന്നു. ഏത്? ഭഗവാനെ ബോധിക്കുന്നതിലൂടെ ഭാഗവതം. ഇത് നമ്മുടെ പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന 3 എണ്ണത്തിലാണ് സനാതനധർമ്മം പ്രസ്ഥാനം ചെയ്യുന്നത്, ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് ഉപനിഷത്തുകളാണ്, വേദാന്തമാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദാന്തം. വേദം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അപകടവും, പക്ഷെ ചോദിക്കുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ അതേതാണ്? വേദം ആണ്. ഈ വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ഏതൊന്നിനെ കുറിച്ചുള്ള അറിവ്? നേരത്തെ പറഞ്ഞ നമ്മളൊക്കെ വാസ്തവത്തിൽ എവിടെ നിന്ന് വന്നു, എവിടെയാണ് ചെന്ന് ചേരുന്നത്, എവിടെയാണ് കഴിയുന്നത്. അതെനിക്കറിയാം. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ഒറ്റയ്ക്കാ പോണത്. എവിടേക്ക് ചെന്ന് ചേരും? വായുരനിലം അമൃതം അധേതം ഭസ്മാന്തം ശരീരം ക്രതോസ്മര എന്ന് വേദാന്തം പറയും. വായുരനിലം അമൃതം അധേതം ഭസ്മാന്തം ശരീരം. ഈ വായു ഉണ്ടല്ലോ, ഏത് വായു? പ്രാണാപാന സമാന വ്യാന ഉദാനന്മാരെ ആയിട്ട് പുറത്തേക്കും അകത്തേക്കും പോയി നമ്മളെ നിയന്ത്രിക്കുന്ന ഈ പ്രാണനുണ്ടല്ലോ, ആ പ്രാണൻ എന്താണ്? അത് മരണമുള്ള പ്രാണനാണ്. അതിന്റെ പോക്കിനാ മരണം എന്ന് പറയാ. അപ്പൊ ആ വായു മരിച്ചു. അപ്പൊ എന്തായി? ഈ പ്രാണൻ പോയി മരണമില്ലാത്ത അനിലനായ ഈ സമഷ്ടി പ്രാണനിൽ പോയി വിലയിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനെയാണ് മരണം എന്ന് പറയുക. ഇപ്പൊ ഈ വായു ഇങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടാണ് അവിടെ അധിക പ്രസംഗം പറയുന്നത്. ആ വായുവിന്റെ സഞ്ചാരഗതി ഉണ്ടല്ലോ, അത് ചെറിയ വ്യതിയാനമാണ്. അപ്പം നിങ്ങൾ കൊണ്ടുപോകും, അറ്റാക്ക് കൊണ്ടുപോകും. അത് പോയാലോ പിന്നെ കാര്യം കഷ്ടം തന്നെ. ഒറ്റയ്ക്കാക്കി പോയില്ലേ എന്ന് പറഞ്ഞ് കരയും ചെയ്യും. ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് പോണത്, ഒറ്റയ്ക്ക് തന്നെയാണ് കഴിയുന്നത് എന്ന ബോധം ഉണ്ടാക്കി തരുന്നു ഭാഗവതം. പരീക്ഷത്തിന് മുന്നറിയിപ്പ് കിട്ടി, നമുക്കോട്ട് കിട്ടിയിട്ടുമില്ല. മുന്നറിയിപ്പ് കിട്ടി, പക്ഷെ നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല. മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ അതിന് സുസജ്ജമായി തയ്യാറായി, അല്ലാതെ മോചിക്കാനല്ല. പക്ഷേ ആ തയ്യാറെടുപ്പിൽ നിന്ന് അയാൾക്ക് എന്തായി? വിചാരം ചെയ്യാനായി. അങ്ങനെ വിചാരം ചെയ്ത് ഇനി ജനിക്കേണ്ടാത്ത ഒരു തലത്തിലേക്ക് വേണമെങ്കിൽ അയാൾക്ക് എത്താമായിരുന്നു. ജന്മമുണ്ടോ? മരണമുണ്ട്. വാസ്തവത്തിൽ ജനിമൃതികളില്ലാത്ത ഒരു തത്വത്തിൽ ജഗതീതി ജഗത് ചലനാത്മകമായതിന് ചലിക്കാത്തൊരടിസ്ഥാനം കൂടിയേ തീരും. ആ അടിസ്ഥാനം എന്ത്? ആ ഉണ്മയെന്ത്? ആ അസ്തിത്വമെന്ത്? അതിനെക്കുറിച്ചുള്ള അറിവാണ് വേദം. അല്ലാതെ ഊപ്പർവാല മോളിൽ തൂങ്ങിക്കിടക്കണതല്ല. ഇവിടെ എന്തായാലും തുളണ്ട്, മോളിന്ന് അനുഗ്രഹം കേട്ടല്ലേ? അതല്ല കേട്ടോ. അങ്ങനെ ധരിക്കരുതേ.
ഈശ്വരൻ എന്ന് പറയുന്നത് ഏതോ മുകളിലുള്ള ഒരാളാണ്, സർവാധികാരക്കാരനായി നമ്മൾ അടക്കി ഭരിക്കുന്ന, ചില പുണ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും പാപം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു ഈശ്വരനെ നമുക്ക് വേണ്ട. അത് വേണ്ട. ആ സ്വർഗം നമുക്ക് വേണ്ട. അത് അദൃഷ്ടമാണ്. ദൃഷ്ടമായ സ്വർഗം ഇവിടെ പണിയണം ജീവിച്ചിരിക്കുമ്പോൾ. ഏത്? ഈ ബോധത്തിലൂടെ, ഈ ലക്ഷ്യബോധം. അതേതാണ്? ഉണ്മയെക്കുറിച്ചുള്ള, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലൂടെ. അറിവ് നമുക്കൊക്കെ ഉണ്ട്, തിരിച്ചറിവിലൂടെ. അതെ, ആ അറിവ് സ്വായത്തമായി കഴിഞ്ഞാൽ, അത് എത്തിക്കഴിഞ്ഞാൽ, ആ അറിവ് രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് വേദത്തെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഈ ഓരോ വേദവും പുസ്തകം എന്ന അർത്ഥത്തിൽ നോക്കൂ. ഈ അറിവ് രണ്ടില്ല കേട്ടോ. ഉണ്മയെക്കുറിച്ച് അറിവ് രണ്ടില്ല. എന്നിലുള്ള ഞാനും നിന്നിലുള്ള നീയും സർവത്തിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഇതിനെ പല പ്രകാരത്തിൽ പറയുന്നു. ആ ഒരു തത്വത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദുഃഖത്തിന് അവസരമില്ല, പിന്നെ അവിടെ ദുഃഖിക്കില്ല. ആ അറിവുള്ള ഒരാളെ ദുഃഖിപ്പിക്കാൻ ആധ്യാത്മികമോ ആദിഭൗതികമോ ആദിദൈവികമായ ഒരു ശക്തിക്കും കഴിയില്ല. ശാന്തി 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 എന്ന് പറയേണ്ടി വരില്ല.